ഗുഡ് മോർണിംഗ് വേദു. നേരത്തെ എണീറ്റോ നീ? ഉറക്കം വന്നില്ല. അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എങ്കിൽ നീ ഇനി പോയിരിക്കെ, ബാക്കി ഞാൻ ചെയ്യാം. ഇനി ഒന്നും ചെയ്യാനില്ല, നീ പോയിരിക്കെ, നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാം. എനിക്ക് മതി, നീ കഴിക്ക്, ഞാൻ വേഗം എടുത്തിട്ട് വരാം. സാക്ഷി, നമുക്ക് ഇറങ്ങിയാലോ? നീ നടക്ക്, ഞാനിപ്പോൾ വരാം. നീ ഇവിടെ ഇറങ്ങുന്നുണ്ടോ? ഞാൻ വണ്ടി പാർക്ക് ചെയ്തിട്ട് വരാം. വേണ്ട, നമുക്ക് ഒരുമിച്ച് കയറാം. വേദു, ഒന്ന് നിക്ക്. ഇന്ന് രാവിലെ മുതൽ എനിക്ക് മുഖം തരാതെ നടക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവാഞ്ഞിട്ടല്ല. എത്ര നാളായി നീ മനസ്സമാധാനത്തോടെ ഭക്ഷണം കഴിച്ചിട്ടും ഉറങ്ങിയിട്ടും. ഇന്ന് നീ ജയിനെ വിളിച്ച് സംസാരിക്കണം. ഇല്ലെങ്കിൽ അറിയാലോ എന്നെ, എനിക്ക് നീ കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റെന്തും. സാക്ഷിനെ രാവിലെ കണ്ടതാ, പിന്നെ കണ്ടതേ ഇല്ല. സാക്ഷി, ഡോക്ടർ വീട്ടിലേക്ക് പോയല്ലോ. അവളെന്താ പറയാതെ പോയത്? കാറ് സാക്ഷി കൊണ്ടുപോയിട്ടുണ്ടാവും. ക്യാബ് വിളിച്ചിട്ട് പോവാം. ആരെങ്കിലും കാത്തു നിൽക്കുകയാണോ? ജയ്, നീ എന്താ ഇവിടെ? നീ ആദ്യം വണ്ടിയിൽ കയറ്, എന്നിട്ട് സംസാരിക്കാം. വേദു, സ്ഥലം എത്തി, ഇറങ്ങ്. നിന്റെ ഈ മൗനം എനിക്ക് പറ്റുന്നില്ല വേദു, എന്തെങ്കിലും ഒന്ന് സംസാരിക്കേ. എന്തിനാ നീ ഇങ്ങനെ ചെയ്യുന്നത്? ആദ്യം വഴക്കിടും, എന്നെ വേദനിപ്പിക്കും, പിന്നെ ഇതുപോലെ വന്ന് സോറി പറയും. സോറി പറഞ്ഞല്ല ശരിയാവുന്നാണ് നീ വിചാരിക്കുന്നത്? സോറി വേദു, പറ്റിപ്പോയി, നീ ഒന്ന് ക്ഷമിക്കേ. നിന്റെ സോറി കേട്ട് കേട്ട് ഞാൻ മടുത്തു ചെയ്. ഇനിയെങ്കിലും നീ എൻ്റെ ഫീലിങ്സ് വെച്ച് കളിക്കരുത്. ഞാൻ ഓരോ തവണയും നിന്നോട് ക്ഷമിക്കുന്നത് ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിച്ച് പോയതുകൊണ്ടാണ്, അല്ലാതെ എനിക്കൊരു വേദനയും ഇല്ലാഞ്ഞിട്ടല്ല. ഇതൊന്നും ഞാൻ നിന്നെ വേദനിപ്പിക്കാൻ മനഃപൂർവ്വം ചെയ്യുന്നതല്ല. ഇനിയും നീ ഇതുപോലെ ആവർത്തിക്കരുത്. എനിക്ക് ആ ഉറപ്പാണ് വേണ്ടത്. കാരണം എനിക്കിനി സഹിക്കാൻ വയ്യ. നീ ഇങ്ങനെ കരയല്ലേ വേദു, ഞാൻ ഇനി ഇങ്ങനെ ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കാം. എനിക്ക് വീട്ടിൽ പോണം ജയ്. സമയം ഇത്രയായില്ലേ, നമുക്ക് കഴിച്ചിട്ട് പോയാ പോരെ? എനിക്ക് വിശക്കുന്നില്ല, എനിക്ക് വീട്ടിൽ പോയാൽ മതി. എങ്കി വാ, ഞാൻ കൊണ്ടാക്കാം.
ജയ്, ഞാൻ പോവാണേ. പിന്നെ 1 വീക്ക് കഴിഞ്ഞാൽ എൻ്റെ ക്ലിനിക്കൽ പോസ്റ്റിംഗ് കഴിയും. ഫൈനൽ എക്സാമിന് ഞാൻ വീട്ടിലിരുന്ന് പഠിക്കാന്നാ വിചാരിക്കുന്നത്. വേദു, ഓരോ ദിവസം കഴിയും തോറും നിന്നെ നഷ്ടപ്പെടുമെന്നുള്ള പേടി കൂടി കൂടി വരിക. അതുകൊണ്ട് പറ്റിപ്പോകുന്നതാ. സാക്ഷി, നീ കിടന്നില്ലായിരുന്നോ? ഇല്ല, വിശന്നിട്ട് എനിക്ക് ഉറക്കം വന്നില്ല. നീ നിന്റെ ജെയിൻ്റെ കൂടെ പുറത്തുനിന്ന് ഫുഡ് കഴിച്ചിട്ടല്ലേ വന്നത്? സത്യമായിട്ടും ഞാനൊന്നും പുറത്തുനിന്ന് കഴിച്ചില്ല. ഓ എൻ്റെ വേദു, ഞാൻ വെറുതെ പറഞ്ഞതാ. നീ അതിനും കരയാൻ നിൽക്കല്ലേ. നമുക്കിന്ന് ഒരുമിച്ച് കിടന്നാലോ? എന്താ നിന്റെ അഭിപ്രായം? നടക്കില്ല. നീ നിന്റെ റൂമിൽ, ഞാൻ എൻ്റെ റൂമിൽ. നീ ഇങ്ങനെ കളിച്ച് ചിരിച്ച് നടക്കുന്നത് കാണാനാ വേദു എനിക്കിഷ്ടം. വേദു, നീ റെഡിയായോ? ആ, ഞാൻ മാറ്റിക്കഴിഞ്ഞു. പക്ഷെ കുറച്ച് സാധനം കൂടി എടുത്തു വെക്കാനുണ്ട്. നിന്നോട് ഞാൻ ഇന്നലെ ചെയ്തു വെക്കാൻ പറഞ്ഞതല്ലേ. ഇനി പോകാൻ നേരത്തെ എടുത്തു വെച്ചിട്ടൊന്നും മറക്കണ്ട. ആ ശരി ശരി, നീ ഇറങ്ങാൻ നോക്ക്, നിന്റെ ബസ് പോവും. ശരി എന്നാ, ഞാൻ പോവാണേ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, പാത്രം കഴുകി വെക്കണം. ഞാൻ നിന്നെ മിസ് ചെയ്യും. പിന്നെ നീയല്ലേ. ഞാൻ പോവാം. നീ എത്തിയിട്ട് മറക്കാതെ വിളിക്കണേ. ഞാനും വിളിക്കാം. ഹായ് വേദിക, നീ എപ്പോഴാ വന്നേ? ഞങ്ങളിന്ന് രാവിലെ എത്തി. ഈ പെട്ടെന്നുള്ള വരവിൻ്റെ ഉദ്ദേശം എന്താണാവോ? അതൊക്കെ നീ നിന്റെ ഏട്ടൻ വരുമ്പോൾ ചോദിച്ചോ. കുറച്ച് കഴിഞ്ഞാൽ വരും. എന്തായാലും ശരി, ഞാൻ പോയി ഫ്രഷ് ആയിട്ട് വരാം. എല്ലാരും കൂടി ഇപ്പൊ വന്നത് എന്തിനാണാവോ? ഇവർ രണ്ടാളും വന്ന സ്ഥിതിക്ക് അമ്മയും വരും. ഹലോ വേദു, വീട്ടിലെത്തിയില്ലേ നീ? ആ, ഞാൻ എത്തിയിട്ട് കുറെ നേരമായി. എന്നിട്ട് നിനക്ക് എന്നെ ഒന്ന് വിളിച്ചു നോക്കാൻ തോന്നിയില്ലല്ലോ? സാക്ഷിയെ, നിന്റെ പരാതി ഞാൻ പിന്നെ കേൾക്കാം. ഇപ്പൊ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് നീ. എന്താന്ന് വെച്ചാ പറയാ അങ്ങോട്ട്. എടീ, നിധിയും ഏട്ടനും നാട്ടില് വന്നിട്ടുണ്ട്. നിധിയോ? എന്നാ പിന്നെ എൻ്റെ മോള് നല്ലോണം സൂക്ഷിച്ചോ. അവര് ജയിന്റെ കാര്യം അറിഞ്ഞിട്ട് വന്നതായിരിക്കും മിക്കവാറും. നീ മനുഷ്യനെ പേടിപ്പിക്കാതെ ഒന്ന് സമാധാനിപ്പിക്കടി.
ഈ കാര്യത്തിന് നീ എൻ്റെ അടുത്തുനിന്ന് ഒരു സമാധാന വാക്കും പ്രതീക്ഷിക്കേണ്ട. കാരണം അവനോട് നീ എന്ന് എസ് പറഞ്ഞോ അന്ന് നിന്റെ സമാധാനം പോയി, കൂടെ എൻ്റെ. അതുകൊണ്ട് എൻ്റെ മോളിപ്പോൾ ഒറ്റയ്ക്കിരുന്ന് ആലോചിച്ചോ എല്ലാവരും കൂടി എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നത് എന്നുള്ളത്. ഞാൻ എന്തായാലും ഉറങ്ങാൻ പോവാണ്. ഇനി എന്നെ വിളിച്ചാൽ കിട്ടില്ല. വേദിക, ഫുഡ് എടുത്തു വെച്ചിട്ടുണ്ട്, കഴിക്കാൻ വാ. എന്നെ ഒന്ന് മനസ്സമാധാനത്തോടെ ഉറങ്ങാനെങ്കിലും അനുവദിച്ചൂടെ നിനക്ക്? ഇങ്ങനെയാണോ വേദു ഏട്ടത്തിനോട് സംസാരിക്കേണ്ടത്? ഓ, ഇങ്ങേരുണ്ടായിരുന്നോ ഇവിടെ? വേദു, നിധി പറഞ്ഞല്ലോ നീ ഇന്ന് ഉച്ചയ്ക്ക് വന്നൂന്ന്. എന്നിട്ട് ഇത്രയും നേരമായിട്ട് നീ റൂമിൽ തന്നെ ആയിരുന്നോ ഭക്ഷണമൊന്നും കഴിക്കാതെ? നിനക്ക് ഞാൻ തരാടി. അത് പിന്നെ ഏട്ടൻ ഞാൻ പുറത്തുനിന്ന് കഴിച്ചിട്ടാ വന്നത്, അതുകൊണ്ട് എനിക്ക് വിശന്നില്ല, അതാ കഴിക്കാതിരുന്നത്. ആ ശരി, നാളെ അമ്മയും ഇഷാനും വരുന്നുണ്ട്. അതെന്തിനാ എല്ലാരും കൂടി ഇപ്പം ഇങ്ങോട്ട് വരുന്നത്? അതവര് വരുമ്പോ അറിയാം. എന്നെ നോക്കി നിൽക്കാതെ ഭക്ഷണം കഴിക്കാൻ പോയിരിക്കേ. എന്നാലും എല്ലാരും കൂടി ഇപ്പം എന്താ ഇങ്ങോട്ട് വരാൻ കാരണം? ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കല്ലേ വേദു. ഏട്ടൻ മിക്കവാറും തിരിച്ച് ഒറ്റയ്ക്ക് പോവേണ്ടി വരും. എന്നാലും എന്തിനായിരിക്കും ഇപ്പം എല്ലാരും കൂടി വരുന്നത്? വേദിക, ഇവളാണെങ്കിൽ എനിക്കൊരു സമാധാനവും തരുന്നില്ല. റൂമിലേക്ക് പോകുന്നതാ നല്ലത്. നീ എന്തിനാ അവളെ ഇങ്ങനെ ഇറിറ്റേറ്റ് ആക്കാൻ അങ്ങനെ വിളിക്കുന്നത്? ഇതൊക്കെ ഒരു രസമല്ലേ ഇച്ചായ? ഹലോ ജയ്, തിരക്കാണോ നീ? തിരക്കൊന്നുമില്ല, നീ പറഞ്ഞോ. ഇവിടെ ഏട്ടനും ഏട്ടത്തിയും കാനഡയിൽ നിന്ന് വന്നിട്ടുണ്ട്. നാളെ അമ്മയും ഇഷാനും വരും. നിന്റെ കുടുംബത്തിൽ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടോ? അല്ലാതെ എല്ലാരും കൂടി ഒരുമിച്ച് ഇങ്ങനെ വരാറില്ലല്ലോ. എനിക്കറിയില്ല ജയ്, എനിക്ക് പേടിയാവുന്നുണ്ട്. നീ ഇങ്ങനെ ആവശ്യമില്ലാതെ പേടിക്കല്ലേ വേദു. അകത്തേക്ക് വരുന്നില്ലേ നീ? ഞാൻ വന്നോളാം, നീ കേറിക്കോ. ജയ്, ഞാൻ നാളെ വിളിക്കാം. അവന് വരാനായില്ലേ? നീ ആർക്ക് വേണ്ടിയാ ഇനിയും കാത്തിരിക്കുന്നത് ശ്രേയ? നീ നോക്കിക്കോ, അവള് തന്നെ പറയും അവനെ വേണ്ടാന്ന്. നീ അത് നോക്കിയിരുന്നോ?